വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM ഓൺലൈൻ എഡ്യൂക്കേഷന്റെ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ആ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ BCom കഴിഞ്ഞ് അല്ലെങ്കിൽ BBA കഴിഞ്ഞ് MCOM ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു സുവർണാവസരം തന്നെയാണ്. 2022 ശേഷം ഡിസ്റ്റൻസ് ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 26 മുതൽ നിങ്ങൾക്ക് ആ ഒരു അവസരം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് വീണ്ടും വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല യൂണിവേഴ്സിറ്റി MCOM ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ഓൺലൈനായിട്ട് എക്സാം എഴുതാനുള്ള ഒരു ചാൻസ്, എസ്പെഷ്യലി പുറമെയുള്ള അബ്രോഡൊക്കെ ഉള്ള കുട്ടികളുണ്ടായിരിക്കും. അവർക്ക് ഇപ്പോൾ BCom കഴിഞ്ഞ് കാലിക്കറ്റിൽ തന്നെ പഠിച്ചിട്ട് പലരും പുറമെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എക്സാമിന് മാത്രമായിട്ട് ഇങ്ങോട്ട് വരാം, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു സൗകര്യം കൂടിയും യൂണിവേഴ്സിറ്റി ഇപ്രാവശ്യം പരിഹരിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ആ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലൂടെ ആദ്യം ഒന്ന് പോകാം കേട്ടോ. സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOMന് ഓൺലൈനായിട്ട് അഡ്മിഷനും കോച്ചിങ്ങും എല്ലാ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ നമ്മുടെ ആപ്പിലൂടെയാണ് വരുന്നത്. റെക്കോർഡുള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നാണ് എൻ്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ ഫോർ അഡ്മിഷൻ ടു ഓൺലൈൻ അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് UGC എൻടൈറ്റിൽഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, UGC റെക്കഗ്നീഷൻ ഉള്ളതാണ്. ഫോർ ദ അക്കാഡമിക് ഇയർ 2026-2027 അക്കാഡമിക് സെഷൻ August 2026. Applications are invited for admission to the online undergraduate and postgraduate undergraduate center for distance and online education, University of Calicut, for the academic year 2026-27 academic session August 2026. Programs offered ഇതൊക്കെയാണ്. അണ്ടർ ഗ്രാജുവേറ്റിൽ BA സോഷ്യോളജി ഓണേഴ്സ്, BA ഹിസ്റ്ററി ഓണേഴ്സ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിൽ MA. നമ്മുടെ പ്രോഗ്രാം മെയിൻ ആയിട്ടുള്ളത് MCOM ആണ്. MA സോഷ്യോളജിൻ്റെ, MA ഹിസ്റ്ററിൻ്റെ, MA പൊളിറ്റിക്കൽ സയൻസ്, MA എക്കണോമിക്സ്, MA അറബിക്, ഇതൊക്കെയുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫോക്കസ് ചെയ്യുന്നത് MCOM തന്നെയാണ്. നമ്മൾ കൊടുക്കുന്നത് MCOM ആണ് കേട്ടോ. സോ ഞാൻ പറഞ്ഞു, രണ്ട് സ്കീംസ് അവൈലബിൾ ആണ്. സ്കീംസ് ഫോർ ഓൺലൈൻ പ്രോഗ്രാംസ്. സ്കീം A, the program follows a blended model in which classes are conducted online while examinations are held in offline mode at designated centers within affiliated colleges under the University of Calicut. അപ്പോൾ സ്കീം A എന്ന് പറയുന്നത് ഇതുവരെ നടന്ന അതേ രീതി തന്നെ. ഓൺലൈനായിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. നിങ്ങൾ തന്നെ ചെയ്യാറില്ലേ ഇപ്പോൾ? അതുപോലെ ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന അതേ ഫോമാറ്റ് ഓഫ്ലൈൻ മോഡിൽ നമുക്ക് എക്സാം എഴുതാൻ സാധിക്കും, സാധാരണ അതേ രീതി. ഇനി സ്കീം B എന്ന് പറയുന്നത്, ദ പ്രോഗ്രാം പ്രൊവൈഡ്സ് എ ഫുള്ളി ഓൺലൈൻ ലേണിംഗ് എക്സ്പീരിയൻസ് വേർ ക്ലാസ്സസ് ആൻഡ് ഓൾ അസസ്മെന്റ് ഇൻക്ലൂഡിങ് എക്സാമിനേഷൻസ് ആർ കണ്ടക്റ്റഡ് ഓൺലൈൻ. അപ്പോൾ ഇത് മെയിനായിട്ട് ഞാൻ പറഞ്ഞു എബ്രോഡൊക്കെ ഉള്ള കുട്ടികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതാണ് സ്കീം B എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കീം Bയുടെ പേയ്മെൻ്റ് ഒക്കെ വരുന്നത്, ഞാൻ പറഞ്ഞു ഫോറിൻ സ്റ്റുഡൻസിനൊക്കെ ഡോളറിൽ പേ ചെയ്ത് അഡ്മിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അല്ല, ആദ്യം അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ ഫീസ് സ്ട്രക്ചറാണത്. നിങ്ങൾക്ക് എല്ലാം കൂടിയിട്ട് ടോട്ടൽ ചെയ്ത എമൗണ്ട് കിട്ടും കേട്ടോ ഓരോ സെമസ്റ്ററിൽ വരുന്നത്. ഇപ്പോൾ സ്കീം A അണ്ടർ ഗ്രാജുവേറ്റിനാണെങ്കിൽ അഡ്മിഷൻ ഫീ 1050, രജിസ്ട്രേഷൻ ഫീ 630, ഇതൊക്കെ കൂടി ആഡ് ചെയ്തോളൂ. കോഷൻ ഡിപ്പോസിറ്റ് 1575, SLM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഫീ 1050 പെർ സെമസ്റ്റർ, ട്യൂഷൻ ഫീ 1575, എക്സാം ഫീ പെർ കോഴ്സ് 210. അപ്പോൾ ഇതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഫോറിൻ സ്റ്റുഡൻസിൻ്റെ ഡോളറിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് MCOMൻ്റെ മെയിനായിട്ട് നോക്കാം, അതാണല്ലോ നമ്മുടെ മെയിൻ. അപ്പോൾ MCOMൻ്റെ 1050, ദെൻ രജിസ്ട്രേഷൻ ഫീ 630, SC/ST സ്റ്റുഡൻസിനാണെങ്കിൽ 265, കോഷൻ ഡിപ്പോസിറ്റ് 2100, സ്റ്റഡി മെറ്റീരിയൽ 2100, ട്യൂഷൻ ഫീ 3150, 265. സോ ഇത്ര എമൗണ്ട് വരുന്നുണ്ട് കേട്ടോ. ഏകദേശം 8000 റുപ്പീസിൻ്റെ അടുത്ത് ഫസ്റ്റ് സെമസ്റ്റർ അഡ്മിഷൻ എടുക്കുമ്പോൾ വരുന്നുണ്ട്. ബാക്കിയുള്ള സെമസ്റ്ററുകളിൽ പിന്നെ എമൗണ്ട് വരില്ല, എമൗണ്ട് കുറച്ചും കൂടി കുറവേ വരുള്ളൂ കേട്ടോ. ഇത് ഫസ്റ്റ് സെമസ്റ്റർ അഡ്മിഷൻ എടുക്കുമ്പോഴാണ് ഇത്ര എമൗണ്ട് വരുന്നത്. ദെൻ താഴെ പറയുന്നുണ്ട്, ദ ഡീറ്റെയിൽ ഫീ സ്ട്രക്ചർ ഫോർ എക്സാമിനേഷൻ അതർ ദാൻ എക്സാമിനേഷൻ ഫീ പെർ കോഴ്സ് മെൻഷൻ എബവ് ഷാൽ ബി നോട്ടിഫൈഡ് സെപ്പറേറ്റ്ലി അറ്റ് ദ ടൈം ഓഫ് എക്സാം രജിസ്ട്രേഷൻ. പിന്നെ
എക്സംപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ സ്റ്റുഡൻസ് ബിലോങ്ങിങ് ടു CST OEC കാറ്റഗറി ഷാൽ ബി എക്സംപ്റ്റഡ് ഫ്രം റെമിറ്റിംഗ് ദ ട്യൂഷൻ ഫീ, എക്സാമിനേഷൻ ഫീ പെർ കോഴ്സ്, അഡ്മിഷൻ ഫീ, സ്റ്റഡി മെറ്റീരിയലിൻ്റെ സബ്ജക്ട് ടു ദ ഫോളോയിങ് കണ്ടീഷൻ. അവർക്ക് എക്സംഷൻ കിട്ടും. കമ്മ്യൂണിറ്റിയുടെ ബേസിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഗവൺമെൻറ് എംപ്ലോയി ആവാൻ പാടില്ല, ദേ ആർ നോട്ട് സീക്കിംഗ് അഡീഷണൽ ഡിഗ്രി ആവാൻ പാടില്ല, ദേ ഹാവ് നോട്ട് പ്രീവിയസ്ലി വെയിൽഡ് ഓഫ്, ഇതിനായിട്ട് മുമ്പ് ഫീ കൺസെഷൻ ഒന്നും കിട്ടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കേസാണ് പറഞ്ഞത്. ഇനി നമുക്ക് മെയിൻ കാര്യത്തിലോട്ട് കിടക്കാം. ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് നാളെ മുതലാണ് കേട്ടോ. ദെൻ ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ വിത്തൗട്ട് എ ഫൈൻ 5/9/2026. ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ വിത്ത് എ ഫൈൻ ഓഫ് ₹500. $, $20, $10/9/2026 കേട്ടോ. അപ്പോൾ ഡേറ്റ് ഇതാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മോഡ് ഓഫ് application shall be submitted online. Candidates are requested to carefully read the prospectus for details of programs and fees before submitting the online application. Prospectus and other information വെബ്സൈറ്റിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷന് വേണ്ടതൊക്കെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ. ഫിസിക്കൽ ഹാർഡ് കോപ്പീസ് ആർ നോട്ട് റിക്വയർഡ് ടു ബി സബ്മിറ്റഡ് ടു യൂണിവേഴ്സിറ്റി അൺലെസ് സ്പെസിഫിക്കലി റിക്വയർഡ്. വേണമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, സെൻഡ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇതാണ് പറയാനുള്ളത് കേട്ടോ. സോ അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാനും സാധിക്കും. ഓക്കെ. മറുപടിയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.